8 വർഷമായിട്ട് ഒരു മെഡിസിനും കഴിക്കാത്ത ആളാണ്. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ വിശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യുക. വെള്ളം കുടിക്കും, വിശ്രമിക്കും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. അതിന് എന്ത് തരത്തിലുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ ആണ് സാറിന് തരാൻ പറ്റും? ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് എനിക്കും വേണ്ടത്. മരുന്നില്ലാതെ മനുഷ്യന്മാരുടെ രോഗം മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ഞാനും കുറേ കാലമായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഏതായാലും എന്നൊരു തീരുമാനമാവുമല്ലോ. എന്താണ് ഇതിനുള്ള സയന്റിഫിക് റീപ്ലൈ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലെ. നമ്മുടെ തന്നെ നാട്ടിൽ കാണുന്ന ഇതേതാ യുദ്ധഭൂമിയിൽ പുതിയൊരു പഠൻ. ആരായാലും വേണ്ടില്ല, നമുക്ക് ഉത്തരം കിട്ടിയാൽ മതിയല്ലോ. നമുക്ക് ആ സയന്റിഫിക് റീപ്ലൈ ആണ് വേണ്ടത്. കണ്ടോക്കാം. നമ്മുടെ തന്നെ നാട്ടിൽ കാണുന്ന പല രോഗങ്ങളും 60%, 70% താങ്കൾ ചെയ്തതുപോലെ ഇരുന്ന്, നമ്മളൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല, എനിക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ഒക്കെ ഉള്ളതാണ്, എന്നിരുന്നാലും പറയാണ്, വിശ്രമിച്ച് റെസ്റ്റ് എടുത്താൽ മാറുന്ന 60% അസുഖങ്ങളെ താങ്കൾക്ക് വന്നിട്ടുള്ളൂ. താങ്കൾ നല്ല ആരോഗ്യവാനായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്കൊരു റിയൽ അസുഖം വരും. വരാതിരിക്കട്ടെ എന്ന് പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാന്ന് പറയാൻ പറ്റും. ഇപ്പൊ അതും പറ്റൂല. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ല ഒരു 1-ാം തരം രോഗം വരും, അന്ന് നമുക്ക് നല്ല ചികിത്സകൾ തേടാം. അതിനുള്ള അനുഗ്രഹം താങ്കൾക്ക് ഉണ്ടാവട്ടെ. ശരി, ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇതിലൂടെ സയൻസ് എവിടെ? സയന്റിഫിക് റിപ്ലൈ എവിടെ? ആ ചോദ്യം ചോദിച്ച ആളിപ്പോ ആരായി? ആ രണ്ടാമത് ഉത്തരം പറഞ്ഞവനാണ് ഏറ്റവും വലിയ കോമഡി. ഒരാള് ഒരു സംശയം ചോദിച്ചപ്പം സയൻസ് അരച്ചു കലക്കി കുടിച്ചു എന്ന് അവകാശപ്പെടുന്ന ഹാർപ്പിക്കണനെ മറുപടി നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് വലിയ സൂക്കേട്, നിങ്ങൾക്ക് വലിയ രോഗം എത്രയും പെട്ടെന്ന് വരട്ടേന്ന്. ഇതുകൊണ്ടൊക്കെയാണ് ഇവന്മാരെ യുക്തിയില്ല യുക്തിവാദികൾ എന്ന് വിളിക്കുന്നത്. എന്ത് പഠിച്ചിട്ടാണ് ഇവരൊക്കെ ഡോക്ടറായത്? ഏത് പേജിലാണ് റബ്ബെ ഇത്തരം അപരാധങ്ങളൊക്കെ വരുന്നത്? നമുക്കൊന്ന് നോക്കി നോക്കാം. നോൺസെൻസ് ഗ്ലോബൽ അല്ലേ? അടിപൊളി. പോവാ.